മലയാളി ഫ്രം ഇന്ത്യ എങ്ങനെയുണ്ട്? ഇപ്പം ഡിജോ പറഞ്ഞ കണക്ക് മലയാളികൾക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുത്താണ്. പടത്തിന് തുടക്കം തന്നെ ട്രിബ്യൂട്ട് കൊടുത്ത് എന്ന് പറഞ്ഞിട്ടാണ് പടം തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ലിജോ പറഞ്ഞാൽ നമ്മൾ തല ഉയർത്തിക്കൊണ്ട് മലയാളികൾക്ക് അങ്ങനെ നല്ല ട്രിബ്യൂട്ട് കൊടുത്തൊരു പടമാണ്. സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. കോമഡി, ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു തീം എല്ലാം ഉണ്ട്. നമ്മളിപ്പം ബോളിവുഡിലൊക്കെ ഈ രാജു ഹിറാനി സിനിമകൾ കണ്ടിട്ടില്ലേ, അതേ കണക്ക് തന്നെ ഒരു കോമഡി, പിന്നെന്തുവാണ് നല്ലൊരു തീം, ഫീൽ ഗുഡ് എല്ലാം കൂടെ മിശ്രിതമായിട്ടുള്ളൊരു കിടിലം പടമാണ്. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി കോമഡിയും പൊളിറ്റിക്സും ഒക്കെ പറയുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് പ്യൂർലി ഒരു ഫീൽ ഗുഡാണ്. നമ്മളിപ്പം ഒരു ആടുജീവിതത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ഒരു ആടുജീവിതത്തിൻ്റെ ഒക്കെ ഒരു കോമഡി എലമെൻ്റ് ഉള്ള കണക്കുള്ള ഒരു ഇതാണ്, ഒരു ന്യൂ ഇതായിട്ടുള്ളൊരു സംഭവമാണ്. മൊത്തത്തിൽ സർവൈവൽ സെക്കൻഡ് ഹാഫ് സർവൈവൽ അല്ല, ഒരു ഫീൽ ഗുഡാണ്. അതിൻ്റെ തന്നെ ഒരു നമ്മളിപ്പോൾ ഒരു സൽമാൻ ഖാൻ്റെ ബജരംഗി ഭായിജാനൊക്കെ പോലത്തെ ഒരു നല്ലൊരു ഫീൽ ഗുഡാണ് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് കിട്ടില്ല കോമഡി പ്ലസ് എന്താണ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. പിന്നെ നല്ല തീപ്പൊരി, നമുക്ക് കൈയടിക്കാൻ തോന്നുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. പക്ഷെ അത് മാസമായിട്ടുള്ളതല്ല, ആ ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു ഫസ്റ്റ് ഹാഫ് നല്ലൊരു ഇതിലും ഒരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്. അപ്പോൾ അതേണക്ക് തന്നെ അങ്ങിങ്ങായിട്ട് പടത്തിന് ഫുള്ള് ഒരു അടിവരയിട്ടൊരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്. ഷാരിഫിൻ്റെ ലാസ്റ്റ് ഇവർ രണ്ടുപേരുടെ ജനഗണമന പോലെ നല്ലൊരു പൊളിറ്റിക്സ് പടത്തിൽ പറയുന്നത്. ഇപ്പം ഒരുപാട് മലയാളികൾ ഒരുപാട് ആഗ്രഹിച്ചാണ് നിവിൻ പോളിയുടെ നല്ലൊരു തിരിച്ചു. അത് ഈ സിനിമയിലൂടെ നിവിൻ പോളിയുടെ ഒരു വമ്പൻ തിരിച്ചു വരാം, പ്രത്യേകിച്ച് ഒരു സോളോ ഹീറോ എന്ന നിലയിൽ. കാര്യം പുള്ളി എല്ലാ ഇമോഷൻസും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കോമഡി ആയാലും ഫീൽ ഗുഡ് ആയാലും എല്ലാം കൊണ്ടും നിവിൻ പോളി കിടിലമാണ്. അപ്പോൾ ഇതിന് മുമ്പ് വന്ന സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെ, വർഷങ്ങൾക്ക് ശേഷത്തിൽ പറഞ്ഞ പോലെ നിവിൻ പോളി ഒരു ഹീറോ എന്ന നിലയിൽ നേരത്തെ തന്നെ വന്നു. എന്നാലും ഹീറോ എന്ന നിലയിൽ പടം കിടിലൊരു തിരിച്ചു വരായിരിക്കും. അപ്പോൾ എല്ലാം കൊണ്ട് നമുക്ക് മലയാളികൾക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ കൊടുത്ത പടമാണ്. ഏറ്റവും പ്ലസ് പോയിന്റ് എന്നാണ് സിനിമയുടെ പ്ലസ് പോയിന്റ് നിവിൻ പോളി തന്നെ. നിവിൻ പോളിയുടെ കോമഡി ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഹാഫിലെ കോമഡി എല്ലാം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഫീൽ ഗുഡും മൊത്തത്തിൽ ഒരു പൊളിറ്റിക്സ് പറയുന്ന എല്ലാം അടിപൊളിയായിട്ടുണ്ട്. മേക്കിംഗ് ഒരു രക്ഷയില്ലല്ലോ. മേക്കിംഗ് ഒരു രക്ഷയില്ല, എല്ലാം കൊള്ളാം. അപ്പോൾ കൈ അടിച്ചുകൊണ്ട് തിയേറ്ററിൽ എല്ലാം ഇറങ്ങും. കൈ അടിപൊളി സിനിമ. അപ്പോൾ നിവിൻ്റെ ഒരു വൻ തിരിച്ചുവരവെന്ന് പറയാൻ പറ്റത്തില്ല. നിവിൻ പോളി ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. തിരിച്ചുവരവൊന്നുമല്ല, പുള്ളി നല്ല പടം ഇപ്പം സെലക്ട് ചെയ്തു കിടിലമാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ സിനിമ, നല്ല എൻ്റർടൈൻമെൻറ്റ് സിനിമ തന്നെയാണ്. എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ഇതൊരു കോമഡി സിനിമയല്ല. കോമഡി എന്ന് നമ്മളിങ്ങനെ പൊതുവേ പിന്നെ ആ ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത് ഇത് കോമഡി അല്ല. ഇത് വേറൊരു ഐറ്റമാണ്. നിങ്ങൾ കാണണം, മസ്റ്റായിട്ട് കാണുള്ള സിനിമയാണ്. എല്ലാവരും പെൺപിള്ളേരെല്ലാവരും പെൺകുട്ടികളെല്ലാവരും കാണുള്ളൊരു സിനിമയാണ്. സൂപ്പർ സിനിമ, നല്ല ഹിറ്റ് അടിക്കുന്ന സിനിമ. ഇതുപോലെ ആളുകൾ വരണം. നല്ല സിനിമയാണ്. ഒരു പ്രാവശ്യം കണ്ടാൽ ഒന്നുകൂടെ കാണാൻ തോന്നും. ഒരുപാട് മെസ്സേജുകൾ കൊടുക്കുന്ന സിനിമയാണ്. നല്ല സിനിമയാണ്. എങ്ങനെയുണ്ടോ മലയാളി ഫ്രം ഇന്ത്യ? നല്ല സൂപ്പറോടെ. നിവിനും ധ്യാനും ഉഗ്രൻ രണ്ടുപേരും കോംബോ. നിവിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം. നിവിൻ്റെ ഇപ്പോൾ ഒരു തിരിച്ചു വരാമെന്ന് തന്നെ പറയാൻ പറ്റും. എന്താണ് പോസിറ്റീവായിട്ട് തോന്നുന്നത്? ഇതൊരു കോമഡി, ഒരു പൊളിറ്റിക്സ് വരുന്ന പടമാണ്. ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിൽ? കൊള്ളാം. നമുക്ക് അവസാനം ആകുമ്പോൾ കുറച്ച് ഇമോഷണലി ടച്ച് ആവുന്നുണ്ട്. ഈ ഡിജോയുടെ പടം പ്രത്യേകിച്ച് സ്റ്റോറി ഒരു ഡെപ്ത് വരുന്നുണ്ട് എല്ലാ കഥയിലും. അവൻ ചെയ്യുന്ന വെറുതെ എടുത്ത് വെക്കുമല്ല, പടത്തിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്ന നമുക്ക് എന്തെങ്കിലും ഡെപ്തായിട്ടാണ് സ്റ്റോറി പറയുന്നത്. നിവിൻ പോളിയുടെ പെർഫോമൻസ് ആണ് ഓവറോൾ എടുത്ത് പറയാനുള്ളത്. ഒരു പഴയ നിവിനെ തിരിച്ചു കിട്ടിയൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ നിവിനെ കുറച്ചാളായിട്ടൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. ആ മിസ്സിംഗ് ഉണ്ട്. അത് ഈ രണ്ട് സിനിമ വന്നതോടെ മാറി. എന്തായാലും നല്ലൊരു പടമാണ്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും ഇമോഷണലിയും രാഷ്ട്രീയപരമായിട്ട് നമ്മളെ മൊത്തത്തിൽ ഇച്ച് പിടിച്ചിരുത്തുന്നുണ്ട്. നിവിൻ പോളി സൂപ്പറാണ്. നമുക്ക് നൈസ് ഒരു കമ്പാക്ക് എന്ന് വേണം പറയാം. ഉറപ്പായിട്ട് 100% ഉറപ്പായിട്ട് പറയാം. ഇതിന് മുമ്പുള്ള ജനഗണമനയായിരുന്നു നമ്മുടെ ഡയറക്ടറിന്റെ പടം. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രാഷ്ട്രീയം നല്ലോണം പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ എങ്ങനെ പോകണം, എങ്ങനെ കൊണ്ടുപോകണം, മറ്റൊരു നമുക്കൊരു മൈൻഡ് സെറ്റ് തരുന്നുണ്ട്, ഐഡിയ തരുന്നുണ്ട്. എല്ലാത്തരം ഓഡിയൻസിനും കണക്ട് ചെയ്യാൻ പറ്റും. നൈസായിട്ട് എല്ലാവർക്കും, ഫാമിലിയും മൊത്തം യങ്സ്റ്റേഴ്സും യൂത്തിനും എല്ലാവർക്കും വന്നിരുന്ന് കാണാൻ പറ്റിയ നൈസ് പടമാണ്. അതാണ് നമ്മളൊരു മലയാളിയാണെന്ന് നമ്മൾ അഭിമാനിക്കുന്നത് എന്ത് കാര്യത്തിലാണ്? നമ്മുടെ ഒരുമയിലാണ്. അത് കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അതായത് അത് ഒരു റിയലൈസേഷൻ ആണ് ശരിക്കും നമ്മൾ എങ്ങനെയാണ്. ഉറപ്പായിട്ടും നിവിൻ പോളി സൂപ്പർ. നിവിൻ പോളിയുടെ ആ ഒരു കോമഡി ആവട്ടെ, ആ ഒരു എന്താ പറയാ ആക്ടിങ്, ഇമോഷൻ ആവട്ടെ, എല്ലാം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊള്ളാം. ഞാൻ പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ സ്റ്റോറിയിലേക്ക് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നും സ്റ്റോറി അറിയാതെ കയറി കാണുമ്പോഴാണ് അതിന്റെ ആ ഒരു കോമഡി ഉണ്ട്. പക്ഷെ കോമഡി മാത്രമല്ല, ഇമോഷൻസ് ഉണ്ട്, പൊളിറ്റിക്സ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. നല്ലൊരു സിനിമ. ഉറപ്പായിട്ടും